പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ വളരെ രസകരമായ ഒരു സാക്ഷ്യം ഇവിടെ ഒരു സഹോദരി പറഞ്ഞു. അത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർത്തു വരാൻ കാരണം ആ രീതികൾ വിശ്വാസത്തിൻ്റെ ഒരു രീതിയാണ്. അതായത് ഒരു മോള് സാക്ഷ്യം പറഞ്ഞ ഇതാണ്, അവളുടെ അപ്പൻ ഭയങ്കരമായിട്ട് പുകവലിക്കണയാളാണ്, പക്ഷെ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഈ പുകവലി അവിടെ അവർക്കൊരു പൊടിക്കുഞ്ഞുണ്ട്. അപ്പോൾ ഈ പുകവലിക്കണ കാരണം കുഞ്ഞിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞ് തുമ്മാനും ചുമക്കാനും ഒക്കെ തുടങ്ങും. അപ്പം അതിൻ്റെ കുഞ്ഞ് ശ്വാസകോശത്തിലേക്കല്ലേ ഈ പുക ചെല്ലണ കാരണം. അവൾക്ക് അപ്പനോട് പറയും, പക്ഷെ അപ്പനത് കേൾക്കുകയും ചെയ്യും. പക്ഷെ പിന്നെ രാത്രിയാകുമ്പോൾ പ്രശ്നമാവും. എന്താ, രാത്രി പുറത്തേക്ക് പോകാൻ പറ്റും. പകലൊക്കെ അപ്പനോട് പറഞ്ഞ അപ്പൻ കുഞ്ഞിനെ അവളെയും പ്രതി പുറത്തേക്ക് പോയിട്ട് വലിച്ചിട്ട് വരും. പക്ഷെ വലിക്കൽ മാറ്റാൻ പറ്റണില്ല, ഭയങ്കര വലിയ. അപ്പോൾ എന്നാ ചെയ്യും? അപ്പൻ രാത്രി വലിക്കാതിരിക്കുമ്പോൾ അപ്പനാകപ്പെടെ മൂടോട്ടായി വല്ല ഡിപ്രഷനായിട്ട് അവസാദമായിട്ടൊക്കെ ഇരിക്കും. അതവർക്ക് സങ്കടമാണ്. പക്ഷേ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ അവളുടെ നാത്തുവിൻ്റെ രഹസ്യമായിട്ട് പറഞ്ഞു, നീ ചെന്ന് അമ്മയോട് പറഞ്ഞ് ഉടമ്പടി ചെയ്താൽ മതി. അപ്പം ആരോടും പറയാതെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല, വീട്ടുകാർക്ക് ഉടമ്പടി അറിയത്തില്ലല്ലോ. അറിയാവുന്നവർക്ക് പ്രശ്നമില്ല, അറിയാൻ പാടില്ലാത്തവർ സമയത്തോട് എന്നാ ഉടമ്പടി എങ്ങനെയാണ് ചെയ്യണത്, അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ആരോടും പറയാതെ രഹസ്യമായിട്ടാണ് ഇവിടെ വന്ന് അവർ ഉടമ്പടി ചെയ്തത്. ഉടമ്പടി ചെയ്ത് ഒരു 4-5. അപ്പോൾ ഈ അപ്പായിക്കുള്ള പ്രശ്നം വെച്ചാൽ എനിക്ക് ആ സാക്ഷി ഇഷ്ടപ്പെടുകൊണ്ട് ഞാനിപ്പോൾ അത് പറയാൻ കാര്യം. അപ്പായിക്കുള്ള ഒരു പ്രശ്നം, അപ്പായി എപ്പോഴും ചുമച്ചുകൊണ്ടേയിരിക്കും. അതും ഒരു ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരാൾ ചുമച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലേ. അപ്പം അതുപോലെ പക്ഷേ ഒരു 4-5 ദിവസമായിട്ട് അപ്പ ചുമക്കണില്ല. അപ്പം അമ്മയോട് മരുമോൾ ചോദിച്ചു, അമ്മ അപ്പ ഇപ്പം ചുമക്കണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ അമ്മ പറഞ്ഞു, അപ്പ നവംബർ 23-ാം തീയതി പുകവലി നിർത്തി മോളെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവള് കരഞ്ഞു പോയി പെട്ടെന്ന്. കാര്യം എന്താ, നവംബർ 24-ാം തീയതിയാണ് ഇവൾ ഉടമ്പടി എടുത്തത്. പക്ഷേ 23-ാം തീയതിയാണ് അവൾ തീരുമാനമെടുത്തത്. എന്താണ്? ഉടമ്പടി എടുക്കാമെന്ന്. ആ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനമെടുത്ത ആ സമയത്ത്, കാര്യം നമ്മളുടെ തീരുമാനം, ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനം എടുക്കുമ്പോഴേ അമ്മയ്ക്കതറിയാം ശരിക്കും നിങ്ങളത് ചെയ്യുമെന്നും സത്യസന്ധമായിട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കണവരെ അമ്മക്ക് കാത്തിരിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങളുടെ സത്യസന്ധത അമ്മയ്ക്കറിയാം. ഇത് ഒരു ഗുണവുമാണ് ഒരു ദോഷവുമാണ്. എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ഉഴപ്പിയാലും അതാണ്. അത് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് അമ്മയ്ക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പാനുള്ള പരിപാടിയാണ്. ഒന്നുമില്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെങ്കിലും ഉഴപ്പും. എന്താ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന കറക്റ്റ് 6 മണിക്ക് തീരേണ്ടതാണ്. 5:30ക്കും 6 മണിക്കും ഉള്ളിലുള്ള പ്രെയറാണ്. 6:05 അച്ഛൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാര്യം അത് അച്ഛന് തന്നിരിക്കുന്ന ഡിസിഷൻ വിവേചന അധികാരത്തിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ദിവസം ആ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മൾ തുടങ്ങണത്. നമ്മൾ താമസിച്ച് എഴുന്നേക്കും തോറും പിന്നെ എല്ലാം ഡിസോർഡറാകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി നമ്മുടെ ജീവിതം വരെ ക്രമീകരിക്കും, പുതുതായിട്ട് കൊണ്ടുവരും. ഇപ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ, അത്ര കണ്ട് കൃത്യമായിട്ടാണ് അമ്മ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ വരുന്നൊരു വിഷയമെന്ന് പറയണത്, ഇപ്പം എൻ്റെ മക്കളെ തീരുമാനമാണ് ഒരു പ്രശ്നം. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? തീരുമാനമാണ്. ഉടമ്പടിയും തന്നെയല്ല മക്കളെ, ദൈവാനുഗ്രഹത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു മർമ്മം എന്ന് പറയുന്നത് തീരുമാനമാണ്. തീരുമാനം. നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യണം, നല്ലതാണ്. നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എന്താണെന്നറിയാവോ?
ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നത് 23-ാം തീയതി, ഉടമ്പടി എടുക്കുന്നത് 24-ാം തീയതി. അപ്പോൾ അവിടെ നിന്നൊരു ഗുണമെന്ന് പറയണത് 23 പറഞ്ഞാലും 24 പറഞ്ഞാലും ഇനി നവംബർ 19 പറഞ്ഞാലും ഭൂതമെന്ന് പറഞ്ഞാലും വർത്തമാനം എന്ന് പറഞ്ഞാലും ഭാവി എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരേ സമയമാണ്. അമ്മയ്ക്ക് തന്നെയല്ല, ദൈവത്തിന് ഒരേ സമയമാണ്. എന്താ കാര്യം? ദൈവത്തിന് ഭൂതമില്ല, ഭാവിയുമില്ല, വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെയാണ് നടപ്പിൽ വരുന്നത്. അതെപ്പോഴും ഓർക്കണത്. കാര്യം ദൈവത്തിന് ഭൂതമില്ലാത്ത കൊണ്ടാണ് വരണത്. ഇപ്പോൾ ഒരു തീരുമാനം നീ എടുത്തെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നിനക്കിപ്പോൾ ഒരു അനുതാപം ഉണ്ടായി. കാര്യം നിനക്കൊരു അബോർഷൻ സംഭവിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നീ 5 കൊല്ലം കഴിഞ്ഞാണ് നിനക്കതിന് അനുതാപം ഉണ്ടായത്. കർത്താവിൻ്റെ വചനവും സ്നേഹവും അനുഭവിച്ചപ്പോഴാണ് പണ്ട് 22-ാമത്തെ വയസ്സിലോ 24-ാമത്തെ വയസ്സിലോ ഒരു അബോർഷൻ ഉണ്ടായതിനെക്കുറിച്ച് നിനക്ക് ഈ 52-ാമത്തെ വയസ്സിലാണ് ഒരു അനുതാപം ഉണ്ടായെന്ന് വിചാരിച്ചോ. പക്ഷേ ആ അനുതാപം ആക്ടിവേറ്റ് ചെയ്യും. ഇത് പണ്ടത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് പണ്ടത്തെ കാര്യം ഇല്ലല്ലോ. ദൈവത്തിന് ഒരു സമയമല്ലേ ഉള്ളൂ. അപ്പോൾ നീ അനുദപിക്കുന്നുണ്ടെങ്കിലും ദൈവം പഴയ കാലത്ത് നിൻ്റെ 22-ാമത്തെ വയസ്സിൽ അറിഞ്ഞോ അറിയാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വന്നുപോയ അപരാധത്തിൻ്റെ മേൽ ഇപ്പം നിനക്ക് അനുതാപം ഉണ്ടെങ്കിൽ നിനക്ക് ആന്തരികമായ പാപക്ഷമ ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സമയത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അനുതാപം ഉണ്ടാകരുത്. അനുതാപം അറിയാമല്ലോ. അനുതാപം ഒന്നിപ്പോൾ നോൻപ് കാലമാണല്ലേ. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാശയമല്ല, സങ്കല്പമല്ല, ഒരു തീരുമാനമാണ്, ഇല്ലേ? ധൂർത്തപുത്രൻ എന്നാ ഒരു തീരുമാനമല്ലേ എടുത്തത്? ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും എന്നല്ല തീരുമാനിച്ചത്. പക്ഷെ പോകുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാവിയാണ്. പക്ഷെ അത് ആക്ടിവേറ്റ് ചെയ്യണത് എന്താ? ദൈവം കൗണ്ട് ചെയ്യണത് എന്താണ്? പോയതുപോലെയാണ്. അതാണ് വിഷയം. ഇപ്പോഴേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം ഒരു 16-15 വാക്യങ്ങൾ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവന് പാപക്ഷമയായി. എന്താ കാര്യം? പോകുമെന്ന് പറഞ്ഞാൽ ഭാവി സംഭവിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും വീട്ടിൻ്റെ പിതാവിൻ്റെ അടുക്കൽ എത്തണത്. പക്ഷേ ഈശോ അത് കൗണ്ട് ചെയ്യണത് അവൻ തീരുമാനമെടുത്ത്. അപ്പം നിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നിൻ്റെ ഭാവിയല്ല, നിൻ്റെ വർത്തമാനം തന്നെയാണ്. നീ എപ്പോൾ തീരുമാനമെടുക്കുന്നു അപ്പം മുതൽ നിനക്ക് അനുഗ്രഹം തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ അനുതാപ മേഖലയിൽ എപ്പം നീ തീരുമാനം എടുത്തോ? ഇപ്പം സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് നടക്കാതെ വന്നപ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് വന്ന്. ഇപ്പോൾ ഒരു മകൻ്റെ റാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഇന്ത്യയിൽ ഒരു സീറ്റേ ഉള്ളൂ. ആ സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ പണം കൊടുക്കാനാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അത് അമ്മയ്ക്കില്ലാത്ത കൊണ്ട് അവനത് യോഗ്യനാണെന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടും അമ്മ പറഞ്ഞു, ഞാൻ അവൻ്റെ പരീക്ഷ വന്നപ്പോൾ എല്ലാ തരത്തിലും എന്നെ നവീകരിച്ചു വന്നു. പ്രൈസ് ദി ലോർഡ്. അതല്ലേ അതിൻ്റെ അത് ഞാൻ സാക്ഷാത്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ട്. അത് എല്ലാ തരത്തിലും എന്നെ ഞാൻ അപ്പോൾ അവർ ദൈവത്തെ കണ്ടതുപോലെയാണ്, കാണുന്നത് പോലെയാണ് ആ തീരുമാനം എടുക്കുന്നത്. ക്ഷമിക്കേണ്ട പാട്ട് ക്ഷമിച്ചു, സഹിക്കേണ്ട പാട്ട് സഹിച്ചു. നമുക്കൊക്കെ എന്നാ ഇപ്പോൾ നമുക്ക് സഹിക്കാനൊരു വ്യക്തിയെ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ലേ? നമുക്ക് കാലത്ത് ശ്രദ്ധിക്കണേ. നമുക്ക് സഹിക്കാൻ ഒരു വ്യക്തിയെ കിട്ടിയെന്ന് വിചാരിച്ചോ? അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കിട്ടിയെന്നതിൻ്റെ അർത്ഥം. നമുക്ക് സഹിക്കാനൊരു വ്യക്തി, ചിലപ്പോൾ നിൻ്റെ ഒരു നന്മയും ഒരിക്കലും അംഗീകരിക്കാത്ത വ്യക്തികളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ അയൽവാസിയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ അമ്മയാകാം, ചിലപ്പോൾ മരുമോളാകാം. അമ്പിനും വില്ലിനും അടുക്കത്തില്ല, ഒന്നും ഏക്കത്തില്ല. നമ്മൾ എത്ര ശങ്ക് തുറന്ന് കാണിച്ചാലും പറയും കള്ളത്തരാണെന്ന് പറയും, ഒന്നും അംഗീകരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവരിത് സഹനമായിരിക്കും, ഇത് മരണം വരെ
എത്ര കാലമായിരിക്കും, പണ്ടാരും ചത്താൽ മതിയായിരുന്നു എന്ന് അറിയാതെ എങ്കിലും പ്രാഗി സങ്കടപ്പെട്ടു പോകും. മക്കളെ, ഇനി സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കർത്താവിന് നമ്മളൊരു നേർച്ച ഉണ്ടാകണം. എന്താ നേർച്ച എന്ന് പറയണത്? കർത്താവ് മാത്രം ഉപയോഗിക്കാൻ പറ്റിയത്. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ, അങ്ങനെ വചനമില്ലേ? 1 കൊളോസ്യൻസ് 1:24 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തില് സംവഹിക്കുന്നു. അപ്പം ശരീരത്തിൽ മാത്രമല്ല, മനസ്സിലും സംവഹിക്കാൻ പറ്റും, ഇല്ലേ? ചില വേദനയൊക്കെ മനസ്സിലാണല്ലോ ഉള്ളത്, ശരീരത്തിൽ കാണത്തില്ല. നോക്കിയാൽ ചെറിയായിട്ടും പരിവായിട്ടും ഗുരുവായിട്ടും ഒന്നും കാണത്തില്ല, പക്ഷേ മനസ്സിലും മുറിവായി കിടക്കും. ചിലപ്പോൾ നമ്മളെ താത്തിക്കെട്ടിയതാകാം, ചിലപ്പോൾ നമ്മളെ കൊച്ചാക്കിയതാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് തക്ക സമയത്ത് വട്ടം ചവിട്ടി ഒടിച്ചു കളഞ്ഞതാകാം, ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയെ കാര്യക്ഷമമായിട്ട് ചില ഒറ്റുവർത്തമാനങ്ങളിലൂടെയും ചില അവഗണനയിലൂടെയും തക്ക സമയത്ത് വേണ്ട തീരുമാനം എടുക്കാഞ്ഞതിൻ്റെ പേരിൽ ചിലർ നിങ്ങൾ ചോദിക്കത്തില്ലേ, ഞാനിന്ന് എവിടെ ഇരിക്കേണ്ടതായിരുന്നു, അപ്പൻ അങ്ങനെ ഒരു തീരുമാനം ഒന്ന് എടുത്തിരുന്നെങ്കിൽ ഇന്ന്. ഇപ്പം അപ്പനും അനുഭവിക്കണില്ലേ? അപ്പന്മാരോട് അമ്മമാരോടൊക്കെ സംസാരിക്കുമ്പോഴേ അന്ന് ഞാൻ ചോദിച്ചതല്ലേ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പറമ്പൊന്ന് ഈട് വെക്കുവാന്ന്, തന്നില്ല. നിങ്ങൾ തന്നിരുന്നെങ്കിൽ അത് വെച്ച് കയറിപ്പോയിട്ട് എനിക്ക് മറ്റുള്ളവരെയും ഒക്കെ കൈ പിടിച്ച് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സംശയമായിരുന്നു, നിങ്ങൾക്ക് അനിയനോടായിരുന്നു സ്നേഹം, നിങ്ങൾക്ക് ചേട്ടനോടായിരുന്നു സ്നേഹമെന്നും പറഞ്ഞ്. മക്കളെ, ഇനി ഈ ഡയലോഗുകളെല്ലാം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവാണ് കാണിക്കണത്. അപ്പം നീ ചിന്തിക്കണം, ഇനി അമ്മയോട് നീ സംസാരിക്കണ്ട, അങ്ങനെ ഇനി അപ്പനോട് നീ അങ്ങനെ സംസാരിക്കണ്ട, നീ ആരോടും ഇനി അങ്ങനെ സംസാരിക്കണ്ട. നീ സംസാരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മയായിരുന്നു. അതെൻ്റെ ഹൃദയത്തിൽ ഞാൻ സംവഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിൽ വന്ന പോരായ്മ എൻ്റെ മനസ്സിൻ്റെ വേദനയായി ഞാൻ സംവഹിച്ച് കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു. കാഴ്ചയായി സമർപ്പിച്ചോ? ഇനി ചോദിക്കരുത്, ഇനി അത് ആവർത്തിക്കരുത്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരാധിച്ച് മടങ്ങുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. എൻ്റെ പോരായ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ കുറവുകളെ പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. 2018 ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇപ്പോൾ നിയോഗങ്ങളെല്ലാം എഴുതി സാധാരണ ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്തു. ഇവിടെ വന്നിരുന്നു. ആദ്യത്തെ നിയോഗം തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് അത് നിവൃത്തിയാകുകയായിരുന്നു. കാരണം ഇനി ഞാൻ കട റൂമുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അവർ ഒഴിയാതെ വർഷങ്ങളായിട്ട് ശരിക്ക് വാടകയൊന്നും തരാതെ, അപ്പോൾ അവർ കേസ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് സൈലൻ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ നിയോഗത്തിൽ ആദ്യമായിട്ട് ഇവിടെ വന്ന് തന്നെ വന്നതിന് ശേഷം ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫോൺ വിളിച്ച് ആ വ്യക്തി, ഞങ്ങൾ റൂം ഒഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കീ വന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം മാതാവിൻ്റെ ഇവിടെ വന്ന് ഈ കൊച്ചു പള്ളിയിൽ വന്ന് ഫസ്റ്റ് നിയോഗം തന്നെ അപ്പം തന്നെ നിവർത്തിച്ചു. അതിനുശേഷം 22 വർഷമായിട്ട് ആ സ്ഥലം തന്നെ വിൽപ്പനയ്ക്ക് ശ്രമിച്ചിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് ബ്രോക്കേഴ്സ് അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ
സൈലൻ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഉടമ്പടി കഴിഞ്ഞതിന് ശേഷം ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സ്ഥലം നല്ലൊരു വിലയ്ക്ക് തന്നെ ഒരു ബ്രോക്കേഴ്സ് ഒരു ഏജൻസ് കൂടാതെ നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ട് ആവശ്യക്കാരൻ മേടിച്ചു കൊണ്ടുപോയി അത് ഉടൻ തന്നെ നടത്തി ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ. ഒരു കരാറോ ഒന്നും എഴുതിയില്ല. അപ്പോൾ അതിലും ഞങ്ങൾക്ക് വലിയൊരു നമുക്ക് ഭൗതിക കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പെട്ടെന്ന് കൂടല്ലോ. അപ്പോൾ വളരെ ഒരു സന്തോഷം തോന്നി. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പരീക്ഷയിൽ ഭയങ്കര കുറവ് മാർക്കാണ്. അപ്പോൾ ജസ്റ്റ് പാസ്സൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് സാധിച്ചു. 2018 ഈ പറയുന്നത്. ഇപ്പോൾ 7 വർഷമായല്ലോ. ഇപ്പോൾ മകന് 20 വയസ്സായി. അവനിപ്പോൾ ഒരു ഡിപ്ലോമയ്ക്ക് പഠിക്കണം. പിന്നെ അമ്മയുടെ ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട് ഒരു നിയോഗം വെച്ചിരുന്നു. 86 വയസ്സുള്ള അമ്മ യാതൊരുവിധ അസുഖങ്ങളില്ലാതെ, ഒരു അസുഖം പോലും ഇല്ലാതെ, ഒരു ദിവസം പോലും കെടുക്കാതെ 87 വയസ്സാവാറായി. പെട്ടെന്ന് ഒരു അസ്വസ്ഥതയും കാണിക്കാതെ ഒരു ദിവസം രാവിലെ നേരം വെളുത്തൊരു 8 മണിക്ക് ശേഷം ഒരു എല്ലാവരും കാണണമെന്ന് ആവശ്യപ്പെട്ട് എല്ലാ മക്കളും വന്നു. മരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അത്രയും ഉണർവായിട്ടിരുന്നിരുന്ന അമ്മയാണ്. പെട്ടെന്ന് എല്ലാ മക്കളും കാണുക നല്ലൊരു മരണം നടന്നു. അപ്പോൾ ഡോക്ടർ പോലും അതിശയിച്ചു പോയി. കാരണം ഒരു ദിവസം പോലും കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയില്ല. അപ്പം എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മാതാവേ ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരുമില്ല. കാരണം ജോലിക്ക് പോകുന്നവരും വീട്ടിൽ ആരുമില്ല. ഒരു നഴ്സിനൊന്നും വെക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇതെങ്ങനെ അമ്മയെ നോക്കുമെന്നുള്ള വലിയൊരു പേടി ഉണ്ടായിരുന്നു. മാതാവ് എല്ലാ നമ്മുടെ ആവശ്യങ്ങളും എടുക്കുകയാണ്. പിന്നെ സഹോദരങ്ങളൊക്കെ ഇങ്ങോട്ട് ഞാൻ വരുന്നതിൽ ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വഴിയാകലെ ഞാൻ തൃശ്ശൂർ അമ്മാടത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്ര വഴിയാകലെ കൊച്ചു പിള്ളേരൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ മാതാവിൻ്റെ പള്ളികളൊക്കെ തൃശ്ശൂർ ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് പറയുക. പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി എടുത്തുകൊണ്ട്. ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവർക്കും വരാനായിട്ട് തോന്നി. അങ്ങനെ 2 സഹോദരങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് 1 വർഷമായിട്ട് തടസ്സമായി നിൽക്കുകയാണ്. 1 വർഷത്തെ വരുമാനം ഒറ്റയടിക്ക് അടഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് അത് തിരിച്ചു വരികയും 1 വർഷത്തെ വരുമാനം മാതാവ് തിരിച്ചു തരികയുമാണ് ഉണ്ടായത്. ഭയങ്കര സന്തോഷം തോന്നില്ലേ അങ്ങനെയൊക്കെ നമുക്കുണ്ടാവുമ്പോൾ? കാരണം ഞാനൊരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യുന്ന കാര്യം ആത്മാർത്ഥത ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാനൊരു 32 വർഷമായിട്ട് കാറ്റഗിസം അധ്യാപകനാണ്, ഒരു സീനിയറാണ്. പക്ഷേ ബോധ്യങ്ങളിലൂടെ കൊച്ചുമക്കൾക്ക് വിശ്വാസത്തിൻ്റെ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. വലിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊന്നും ഒരിക്കലും എന്നെ മറക്കാറില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്കൊന്നും അങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്ന ഒരു ആളല്ല. അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റീവ് ആയിരിക്കും. ഫെയ്ത്ത് എന്ന് പറയുന്നത് ബോധ്യങ്ങളിലൂടെ കൊടുക്കുമ്പോൾ ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും വലിയ താല്പര്യം ഉണ്ടായിരിക്കും. നമ്മളൊരു ബോധ്യമില്ലാതെ കുറേ പ്രാർത്ഥിച്ചു, കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ മനസ്സിന് യാതൊരു ഇറക്കവും അല്ലെങ്കിൽ ബോധ്യങ്ങളിലൂടെ നീങ്ങുന്നില്ലെങ്കിൽ അത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജീവമാണെന്ന് വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എല്ലാറ്റിലും ഉപരി വചനം ഭയങ്കര താല്പര്യമായി. കാരണം വചനം ഒരുപാട് ഞങ്ങൾ ഫാമിലി വൈഫ് തന്നെ ഒരുപാട് ബൈബിൾ എഴുതിക്കൊണ്ടിരിക്കും. ഒഴിവുള്ള സമയങ്ങളിൽ പിള്ളേരോട് പഠിക്കാനല്ല പറയുക, വചനം എഴുതാൻ പറയും അമ്മ, എൻ്റെ വൈഫ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതം മക്കളിലൊക്കെ വചനത്തിലെടുക്കാനുള്ള കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. നമുക്കൊരുപാട് പണം ഉണ്ടായാലൊന്നും ഈ സന്തോഷം കിട്ടില്ല. സ്വർഗീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ വചനത്തിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാനായിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടാവണം. അത് ഒരുപാട് ഭൗതിക തലത്തിൽ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് കിട്ടില്ല. അത് ജ്ഞാനം ഉണ്ടാവണം എന്ന് പറയുന്നത് വചനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ 9:10 വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ജ്ഞാനത്തെ അയച്ചേരണമേ, അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ
മനസ്സിലാക്കട്ടെ. ഇത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതാണ്. കൃത്യമായിട്ട് നമ്മൾ ഓരോ വചനം വായിക്കുമ്പോൾ അത് എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാതെ വചനത്തോട്, ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വചനത്തോട് ഒത്തിരി താല്പര്യം കൂടുതലാണ്. ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമാണ്. എനിക്കിപ്പോൾ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ അവർക്ക് 20 വയസ്സ് 13 വയസ്സായി. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്വർഗത്തിൽ അവനുണ്ട് എന്നാണ്. 5 വയസ്സിലാണ് പോയത്, ഒരു മോനാണ്. അപ്പോൾ ഒരിക്കലും വീണ്ടും ഒരു കുഞ്ഞിനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദൈവത്തിന് എത്രമാത്രം ഇഷ്ടമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മൾക്കൊക്കെ ഏജൊക്കെ കടന്നു. എൻ്റെ 50 കഴിഞ്ഞു, പിന്നെ വൈഫിനൊരു 41 കഴിഞ്ഞ സമയമാണ്. ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇതിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ മോനാണ്, 2.5 വയസ്സായി. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കാതെ ദൈവത്തിൻ്റെ വലിയ ഒരു ബലത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഈ കുഞ്ഞ് പ്രഗ്നൻസി തുടക്കം മുതൽ എന്ന് പറഞ്ഞാൽ 41 ക്യാരിങ്, എനിക്ക് 54 ഉണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധുക്കളോ ഈവൻ ഡോക്ടേഴ്സ് പോലും ഒരു പോസിറ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു സമീപനം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും പറയുക എന്താ ഉണ്ടാവുക എന്നുണ്ട്. പക്ഷേ ഓരോ മാസവും വളരെ പക്ക റിസൾട്ടാണ് ഞങ്ങളുടെ സ്കാനിങ്ങിൽ കിട്ടാറ്. അതിന് 8ാമത്തെ മാസം ഡോക്ടർ പറഞ്ഞു ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടർക്ക് ധൈര്യമില്ല. ഡോക്ടർക്ക് ഞങ്ങൾ 9 മാസം പിടിച്ചേക്കാം, പക്ഷെ 1 മാസം മുമ്പ് അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് ധൈര്യമില്ല, ഇത് 9 മാസം എന്തെങ്കിലും വല്ല റിസ്ക് ഉണ്ടാവുമോ എന്നൊരു പേടിയുണ്ട്, അതുകൊണ്ട് വേഗം എടുക്കണം എന്ന് പറഞ്ഞു. വെയിറ്റൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പം മോന് യാതൊരു തരത്തിലുള്ള ഒരു നോർമലായിട്ട് ഇപ്പോൾ സിസേറിയനിലൂടെ 8ാം മാസം എടുത്തു. ഇപ്പം മോന് 2.5 വയസ്സുണ്ട്. മോൻ്റെ പേര് ലിയോ ബസാലേൽ. ഇതൊക്കെയാണ് എനിക്ക് സാക്ഷ്യം. ഏറ്റവും കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ധ്യാനത്തിൽ ഒരു ശുശ്രൂഷയിലൊക്കെ ഉണ്ട്. അതിലൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് കുടുംബം ഉണ്ടെങ്കിലും വീട്ടിലെ തിരക്കുകളൊക്കെ ഒഴിക്കല്ല, അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് ആഗ്രഹമുള്ളത് എന്തായാലും നമ്മൾ ചെയ്യല്ലോ. താല്പര്യമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ഒരു താല്പര്യം തീർച്ചയായിട്ടും നമുക്ക് തന്നത് മാതാവാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആഫ്റ്റർ ഉടമ്പടിക്ക് ശേഷം, അതായത് ഉടമ്പടിക്ക് ശേഷമാണ് ഇതൊക്കെ നമ്മളിൽ അറിയാതെ വരുന്ന മാറ്റങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുദാശ കൃത്യമായിട്ട് പോകുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ദിവസം പോലും കുർബാന മുടങ്ങാനായിട്ട് തോന്നാറില്ല. മീൻസ് എല്ലാ ആഴ്ചയിലും 1-2 തവണ പോലും സംസാരിച്ചാലും മതിയാവില്ല. ചിലപ്പോഴൊക്കെ അതിനും കൂടുതലും അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാറുണ്ട്. കുദാശകൾ അങ്ങനെ താല്പര്യപൂർവ്വം ചെയ്യാറുണ്ട്. അതിന് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. നമുക്കൊന്നും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം മാതാവ് തരുന്ന ഇൻസ്പിറേഷൻസ് നമ്മൾ എടുക്കണം, അല്ലേ? അതാണ് അതിൻ്റെ ഉത്തരം. അല്ലാതെ നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരും. ഇതിനൊന്നും എല്ലാവർക്കും എല്ലാത്തിനും ഉത്തരം കൊടുത്തുകൊണ്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. ഏറ്റവും മനോഹരമായിട്ടാണ് എൻ്റെ വൈഫിൻ്റെ ഡെലിവറിയും നടന്നത്. ഞങ്ങൾക്ക് ലേറ്റായിട്ടുണ്ടായിരുന്ന കുഞ്ഞ്. നമ്മുടെയൊക്കെ ധാരണകളെയൊക്കെ അതിലംഘിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിൽ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് കിട്ടുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. താങ്ക് യു.